ദൈവത്തെ സമീപിക്കുവാൻ നാം യോഗ്യരല്ലെന്ന് തോന്നി വിഷമിച്ച് നിൽക്കുകയാണെങ്കിൽ തിരുവചനത്തിലെ ഈ സന്ദേശം കേൾക്കുക. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. കൃപ എന്ന വാക്കിനർത്ഥം അനർഹമായ ദയ, പ്രീതി എന്നാണ്. 3 കാര്യങ്ങൾ കൃപയോടുള്ള വിഷയത്തിൽ ശ്രദ്ധിക്കണം. 1, നമുക്ക് കൃപ ആവശ്യമുള്ളപ്പോഴൊക്കെ പൂർണ്ണ വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തെ സമീപിക്കുവാൻ കഴിയും. നാം ആരും ന്യായം വിധിക്കുന്ന സിംഹാസനത്തിനടുത്തേക്കല്ല, കൃപയുടെയും കരുണയുടെയും സിംഹാസനത്തിനടുത്തേക്കാണ് കടന്നു ചെല്ലുന്നത്. അനുതാപ ഹൃദയത്തോടെ നാം പ്രാർത്ഥിക്കുന്ന നിമിഷം ഈ കൃപാസനത്തിൽ നിന്നും നിങ്ങളുടെ എല്ലാവിധ പാപങ്ങളും മോചിച്ചിരിക്കുന്നു എന്ന ശബ്ദം കേൾക്കുവാൻ കഴിയും. 2, നമുക്ക് കൂടുതൽ കൃപ ആവശ്യമായി വരുന്ന സമയങ്ങളിൽ നാം കൂടുതലായി പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. നമ്മുടെ ആവശ്യങ്ങളിൽ സഹായിക്കാൻ ആവശ്യമായ എല്ലാ കൃപയും അളവന്യേ കർത്താവിൻ്റെ പക്കലുണ്ട്. നാം ചെയ്യേണ്ടിയത് കൃപാസനത്തിനടുത്ത് ചെന്ന് അതിനായി അപേക്ഷിക്കുക. പ്രാർത്ഥനയില്ലാത്ത ക്രിസ്ത്യാനി കൃപയില്ലാത്ത ക്രിസ്ത്യാനിയാണ്. ഗ്രോ ഇൻ ഗ്രേസ്, കൃപയിൽ വളരുവീൻ എന്നാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. നാം ദിനംതോറും കൃപാസനത്തിനടുത്ത് ചെന്ന് കൃപ ചോദിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ആ ധാരാളമായ കൃപ നിമിത്തം നാം കൃപയിൽ വളരുവാൻ സംഗതിയാകും. കൃപയുടെ മാരി ചൊരിയപ്പെടുന്ന കൃപാസനത്തിന് ചുറ്റും നമുക്ക് കൂടുതൽ സമയം ചെലവഴിക്കാം. 3, കൃപ നമുക്ക് ലഭിക്കുന്നത് ആ നിമിഷത്തെ ആവശ്യത്തെ അടിസ്ഥാനമാക്കിയാണ്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് ഹെൽപ്പ് ഇൻ ടൈം ഓഫ് നീഡ്, തൽസമയത്തുള്ള സഹായമെന്ന്. ഇന്നത്തെ കൃപ കർത്താവ് നമുക്ക് ഇന്ന് തരും. നാളത്തേക്കുള്ളത് നാം ചോദിച്ചു വാങ്ങണം. കൃപയുടെ വിതരണം നാളുകളിൽ തീർന്നു പോകുമെന്ന ആശങ്ക വേണ്ട. ഈ കൃപാസനത്തിൽ അബൗണ്ടിങ് ഗ്രേസ്, സമൃദ്ധമായ കൃപയുണ്ട്. ഒരിക്കലും വറ്റിപ്പോകാത്തതായ കൃപയുടെ ഉറവിടമാണ് കർത്തൃസന്നിധി എന്നത്. വെൻ ലൈഫ് നോക്സ് അസ് ഡൗൺ, നീൽ അറ്റ് ദി ത്രോൺ ഓഫ് ഗ്രേസ്. ജീവിതം നമ്മെ വീഴ്ത്തുമ്പോൾ കൃപയുടെ സിംഹാസനത്തിന് മുമ്പിൽ മുട്ടുകുത്തുക. One drop of the Lord's grace is better than an ocean of the world's comfort. കർത്താവിൻ്റെ കൃപയുടെ ഒരു തുള്ളി ലോകത്തിൻ്റെ ആശ്വാസത്തിൻ്റെ സമുദ്രത്തെക്കാൾ മികച്ചതാണ്. നാം കൂടുതലായി പ്രാർത്ഥിക്കുമ്പോൾ കൃപയുടെ ഒരു തുള്ളിയല്ല, ഒരു മഴ തന്നെ നമ്മുടെ മേൽ അവിടെ നിന്ന് പെയ്യിക്കും. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.